എസ് എഫ് ഐയുടെ ഒരു തുടർച്ചയിലൂടെയല്ലേ പാർട്ടിയിലേക്ക് വരുന്നത്? എസ് എഫ് ഐയിൽ നിന്ന് പാർട്ടി മെമ്പർഷിപ്പിലേക്ക്, അങ്ങനെയല്ലേ ബേബിസാറിൻ്റെ കാര്യത്തിൽ? യഥാർത്ഥത്തിൽ എസ് എഫ് ഐ അല്ല, SFIയുടെ മുൻഗാമിയായ KSF ആണ്, കേരള സ്റ്റുഡൻറ് ഫെഡറേഷനാണ്. അതിൻ്റെ യൂണിറ്റ് സെക്രട്ടറി ആയിരുന്നു, പ്രാക്കുളം NSS സ്കൂളിലെ യൂണിറ്റ് സെക്രട്ടറി. അതിനുശേഷം 72 പാർട്ടി കോൺഗ്രസിൻ്റെ മുന്നോടിയായിട്ടുള്ള സംസ്ഥാന സമ്മേളനത്തിൻ്റെ സമയത്ത് അതിൻ്റെ പ്രവർത്തനം റെഡ് വോളണ്ടിയറൊക്കെ ആകാൻ വേണ്ടിയിട്ട് ഞാൻ വന്നു. കൊല്ലത്ത് കാങ്കത്തുമുക്കിലുള്ള ഒരു പഴയ വീടാണ് സ്വാഗത സംഘം ഓഫീസായിരുന്നത്. 72 9ാം പാർട്ടി കോൺഗ്രസ്സിന് ശേഷം പിന്നെ നടന്ന എല്ലാ പാർട്ടി കോൺഗ്രസ്സിലും ഞാൻ പ്രതിനിധിയായിട്ടുണ്ട്. 10ാം ജലന്ധറിൽ 1978 ജലന്ധറിൽ നടക്കുന്ന 10ാം പാർട്ടി കോൺഗ്രസ്, ഇതിപ്പോൾ 24ാം പാർട്ടി, ഇത്രയും പാർട്ടി കോൺഗ്രസ്സിലും ഇതിനിടയ്ക്ക് നടന്ന പ്ലീനം 78 ഡിസംബറിൽ സാൽക്കിയ പ്ലീനം നടന്നു. വലിയ ചർച്ചയായിരുന്നു. അതെ, അതിൽ ഈ സാൽക്കിയ പ്ലീനം യഥാർത്ഥത്തിൽ ഈ വർഗ ബഹുജന സംഘടനകളെ വിപ്ലവകരമായി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നതിനെ സംബന്ധിച്ച് CPM-നകത്തൊരു കൃത്യമായ ധാരണ രൂപപ്പെടുത്തിയ പ്ലീനമൻ. വർഗ ബഹുജന സംഘടനകൾ എങ്ങനെ പ്രവർത്തിക്കണം, അവ സ്വതന്ത്രമായി പ്രവർത്തിക്കണം എന്നുള്ളത് സാൽക്കിയ പ്ലീനത്തിൽ ചർച്ച ചെയ്ത വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരുപക്ഷെ അതിനേക്കാൾ പ്രധാനപ്പെട്ട കാര്യം പാർട്ടി പ്രവർത്തനം കേന്ദ്രീകരിക്കേണ്ടത് എവിടെ എന്നതുമായി ബന്ധപ്പെട്ട് വളരെ വലിയൊരു ചർച്ച നടന്നു. ആ ചർച്ചയിൽ ജനറൽ സെക്രട്ടറി സ്ഥാനം, അതുവരെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തിൽ പ്രവർത്തിച്ചിട്ട് ആ സ്ഥാനം ഒഴിഞ്ഞ് കേന്ദ്ര കമ്മിറ്റിയിൽ മാത്രം തുടർന്ന സഖാവ് പി സുന്ദരയെയും ഒരു കൂട്ടം സഖാക്കളും മുന്നോട്ട് വെച്ച ഒരു കാഴ്ചപ്പാടുണ്ട്. അതൊന്നും വിഭാഗീയമല്ല. എങ്ങനെയാണ് ഇന്ത്യയിലെ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള വ്യത്യസ്ത പെർസ്പെക്റ്റീവ്സാണ്, വ്യത്യസ്ത കാഴ്ചപ്പാടുകളാണ്. അപ്പോൾ EMS ആണ് അപ്പോൾ ജനറൽ സെക്രട്ടറി ആയിട്ടിരിക്കുന്നത്. സഖാവ് S രാമേന്ദ്രൻപിള്ള എന്ന് അവിടെ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. എന്നോട് പറഞ്ഞ ഓർമ്മയുണ്ട്, ഇതിനകത്ത് പിന്നെ നമ്മളൊരു ശരിയായ നയത്തിന് വേണ്ടിയിട്ടുള്ള ഈ പോരാട്ടത്തിൽ ചില അഭിപ്രായങ്ങൾ പോയി പറയേണ്ടത് വളരെ പ്രധാനമാണ് എന്ന് പറഞ്ഞിട്ടാണ് അന്ന് ചർച്ച ചെയ്തൊരു കാര്യം. ചില മുൻഗണനാ പ്രദേശങ്ങൾ കണ്ടുവച്ചിട്ട് പാർട്ടി പ്രവർത്തനം അവിടെ കേന്ദ്രീകരിക്കുകയാണ് വേണ്ടത്. പിന്നെ ആകെ ചെയ്യാവുന്നത് ആ മുൻഗണനാ പ്രദേശത്തോട് തൊട്ടുകിടക്കുന്ന പ്രദേശം കൂടി. അന്ന് ഞാൻ ഒരു ഇംഗ്ലീഷ് വാക്കിൻ്റെ അർത്ഥം ഞാൻ അന്നാണ് അന്വേഷിച്ചത്. പ്രിയോറിറ്റി ഏരിയ, കണ്ടിഗ്വസ് ഏരിയ. കണ്ടിഗ്വസ് എന്ന് പറഞ്ഞാൽ തൊട്ടുകിടക്കുന്ന സ്ഥലം. അപ്പോൾ പ്രിയോറിറ്റി ഏരിയ, കണ്ടിഗ്വസ് ഏരിയ കോൺസെപ്റ്റായിരുന്നു അന്നുണ്ടായിരുന്നത്. മുൻഗണനാ പ്രദേശത്തും കേന്ദ്രീകരിക്കുക, അധികം വന്നാൽ തൊട്ട് പരിസരത്തും കൂടെ പ്രവർത്തിക്കാം, അത് മതി. ഹൗറ പ്ലീനമാണ് തീരുമാനിച്ചത്. അങ്ങനല്ല, ഒരു അഖിലേന്ത്യാ വിപ്ലവ ബഹുജന പാർട്ടിയായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറണം. അതിനുള്ള സാധ്യതകൾ ഈ മുൻഗണനാ പ്രദേശത്ത് മാത്രം കേന്ദ്രീകരിക്കുന്നതിലൂടെ നമ്മൾ നഷ്ടപ്പെടുത്തുകയായിരിക്കും ചെയ്യുക. ഇതാണ് എനിക്ക് വലിയൊരു സംഘടനാ പാഠവുമായിരുന്നു അവിടെ നടന്ന ഈ ചർച്ച. ഞാൻ വളരെ സാന്ദർഭികമായി ആലോചിച്ചു. ഇപ്പം നവഫാസിസത്തെക്കുറിച്ച് ഏറ്റവും ശക്തമായ നോട്ട് അവതരിപ്പിച്ച് മധുര പാർട്ടി കോൺഗ്രസിലേക്ക് അത് വരുന്നു. യഥാർത്ഥത്തിൽ അതിൻ്റെ പ്രത്യക്ഷ ഉദാഹരണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചുറ്റും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ മാധ്യമങ്ങൾ അന്നുണ്ടായിരുന്നെങ്കിൽ ഈ പാർട്ടിക്കകത്ത് നടന്ന ഏറ്റവും ശരിയായ ഒരു രാഷ്ട്രീയ ചർച്ചയെ, വ്യത്യസ്ത അഭിപ്രായങ്ങളിൽ നിന്നുകൊണ്ടുള്ള രാഷ്ട്രീയ ചർച്ചയെ എങ്ങനെ മാധ്യമങ്ങൾ കൈകാര്യം ചെയ്യുമായിരുന്നു? ഇന്നത്തെ ഒരു അനുഭവം വെച്ചുള്ളൊരു ചോദ്യമാണത്. അല്ല, അന്നും ഈ പ്രിയോറിറ്റി ഏരിയ, കണ്ടിഗ്വസ് ഏരിയ തുടങ്ങിയ പദാവലികൾ, മുൻഗണനാ പ്രദേശം, തൊട്ടുകിടക്കുന്ന പ്രദേശം, അതിന് പകരം പി സുന്ദരയെയും EMS-ഉം തമ്മിൽ എന്തോ വലിയ തർക്കമുണ്ടെന്നുള്ള മട്ടിലാണ് ചില മാധ്യമങ്ങൾ അത് ചിത്രീകരിച്ചത്. അതെല്ലാ കാലത്തും വസ്തുതകളെ വളച്ചൊടിക്കുന്ന സ്വഭാവം ഒരു വിഭാഗം മാധ്യമങ്ങൾക്കുണ്ട്. അപ്പോൾ അന്നത്തേതിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ സത്യം ജനങ്ങളോട് പറയുന്ന മാധ്യമങ്ങൾക്ക് സമൂഹത്തിൽ പ്രാമുഖ്യം വന്നിട്ടുണ്ട്. ഇപ്പോൾ കൈരളി ചാനൽ പോലുള്ള ഒരു ചാനൽ പ്രധാനപ്പെട്ട ദൃശ്യമാധ്യമങ്ങൾ മുഴുവൻ അപവാദ പ്രചരണങ്ങൾ നടത്തുകയും വൈകുന്നേരത്തെ ചർച്ചകൾ പ്രഹസനമാക്കി തീർക്കുകയൊക്കെ ചെയ്യുമ്പോൾ വസ്തുതകൾ ജനങ്ങളോട് വിളിച്ചു പറയുന്ന ചാനലുകളുണ്ട്. അങ്ങനെ കൈരളി ചാനൽ ഉള്ളത് കൊണ്ട് കുറച്ചൊക്കെ വസ്തുതാപരമാകാൻ മറ്റ് ചാനലുകൾ ഒരു പരിധിവരെ നിർബന്ധിക്കപ്പെടുന്നുണ്ട്. അങ്ങനെ മാധ്യമരംഗത്ത് കുറേ വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ കഴിയും.